സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടന്ന മോക്ക് ഡ്രില്ലിൽ ചെങ്ങന്നൂർ താലൂക്കിലും മോക്ക് ഡ്രിൽ നടന്നു. അഗ്നിരക്ഷാ സേന, സിവിൽ ഡിഫൻസ് വിഭാഗം, റവന്യൂ വകുപ്പ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലായിരുന്നു മോക്ക് ഡ്രിൽ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ താലൂക്കിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള മുൻകരുതൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമത തെളിയിച്ചു. മോക്ക് ഡ്രില്ലിന് മുന്നോടിയായി രാവിലെ മുതൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് വിഭാഗം, റവന്യൂ വകുപ്പ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. നമ്മുടെ അയൽ രാജ്യവുമായിട്ട് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം ഇപ്രകാരം 4 മണി മുതൽ 4:30 വരെ ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു യുദ്ധം സന്നാഹത്തിന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും. എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ നമ്മൾ നേരിടേണ്ട ഒരവസ്ഥ വന്നാൽ നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസിന്റെ കാര്യങ്ങൾ ജനങ്ങളിൽ അവബോധരാക്കുവാനും നമ്മൾ എല്ലാവരും തന്നെ അത് കൃത്യമായി അറിയാനും വേണ്ടിയാണ് ഇപ്രകാരം ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ നിന്നും സൈറൻ മുഴങ്ങിയതോടെ താലൂക്ക് ഓഫീസിന്റെ ഉൾപ്പെടെ ഷട്ടർ താഴ്ത്തി. വൈദ്യുതി വിളക്കുകളും ഓഫാക്കി. മോക്ക് ഡ്രില്ലിന് ശേഷം RDO വിജയസേനൻ, തഹസിൽദാർ അശ്വനി അച്യുതൻ, അഗ്നിരക്ഷാ സേന ചെങ്ങന്നൂർ സെക്ഷൻ ഓഫീസർ സുനിൽ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അവലോകനവും ചേർന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.